കുടുംബ കലഹത്തെ തുടർന്ന് ഗൃഹനാഥൻ ഫയർഫോഴ്സിനെ കിണറ്റിൽ ചാടിച്ചു. അടൂർ ഫയർഫോഴ്സിനെയാണ് കൊടുമൺ ചിരണിക്കൽ പ്ലാന്തോട്ടത്തിൽ ജോസ് 80 അടി താഴ്ചയുള്ള കിണറ്റിൽ ചാടിച്ചത്. ഇയാൾ കിണറ്റിൽ ചാടിയെന്ന സംശയത്തെ തുടർന്ന് രാത്രി 3 മണിക്കൂറോളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും വട്ടം കറങ്ങി. ജോസ് കിണറ്റിൽ ചാടിയെന്ന വീട്ടുകാരുടെ സന്ദേശത്തെ തുടർന്നാണ് ഞായറാഴ്ച രാത്രി അടൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയുടെ ടീം ഓടിയെത്തിയത്. ഏകദേശം 80 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പാതാളക്കരണ്ടി ഉപയോഗിച്ച് പരിശോധന നടത്തുകയും നാട്ടുകാരായ 2 പേരോടൊപ്പം കിണറ്റിൽ മുങ്ങി പരിശോധിച്ചിട്ടും ആളെ കണ്ടെത്താനായില്ല. 3 മണിക്കൂറോളം തിരച്ചിൽ നടത്തി അവർ തിരികെ പോയി. 11 മണിയോടെ വീട്ടിൽ നിന്നും ജോസ് പുറത്തിറങ്ങുകയും തുടർന്ന് കിണറ്റിലെന്തോ വീഴുന്ന വലിയ ശബ്ദം കേട്ടു എന്നുമാണ് വീട്ടുകാർ പറഞ്ഞത്. രാത്രി 10 മണിയോടെ വീട്ടിൽ വഴക്ക് നടന്നതായി വീട്ടുകാർ പറഞ്ഞു. തുടർന്നാണ് ആളെ കാണാതായത്. തിങ്കളാഴ്ച രാവിലെ വീട്ടുകാർ സമീപത്ത് വീണ്ടും തിരഞ്ഞപ്പോൾ തൊട്ടടുത്ത ആൾതാമസമില്ലാത്ത വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ജോസിനെയാണ് കാണുന്നത്. രാത്രി വീടിന് പുറത്തിറങ്ങിയപ്പോൾ കിണറ്റിൽ ചാടിയെന്ന് ധരിപ്പിക്കാൻ വലിയ കല്ല് കിണറ്റിലിട്ട ശേഷം സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു.